സുഹൃത്തുക്കളെ, മാജിക് 5 ഡെയിലി PSC ക്ലാസ്സിൻ്റെ 34ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇതുവരെ പഠിച്ച സാഹിത്യകാരന്മാരും വിശേഷണങ്ങളും ഒന്ന് നോക്കാം. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ, കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, കേരള ടാഗോർ വള്ളത്തോൾ നാരായണ മേനോൻ, കേരള ടെന്നിസൺ വള്ളത്തോൾ നാരായണ മേനോൻ, കേരള ഹോമർ അയ്യപ്പിള്ള ആശാൻ, കേരള പൂങ്കുയിൽ വള്ളത്തോൾ നാരായണ മേനോൻ, കേരള ചോസർ ചീരാമകവി, കേരള പാണിനി AR രാജരാജവർമ്മ, കേരള സൂർദാസ് പൂന്താനം, കേരള തുളസീദാസ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അപ്പോൾ കേരള വാത്മീകി, കേരള ടാഗോർ, കേരള ടെന്നിസൺ, കേരള പൂങ്കുയിൽ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള ഓർഫ്യൂസ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, കേരള എലിയറ്റ് NN കക്കാട്, കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കേരള സ്പെൻസർ നിരണത്ത് രാമപ്പണിക്കർ, കേരള ശ്രീഹർഷൻ ഉള്ളൂർ S പരമേശ്വരയ്യർ. അപ്പോൾ നമുക്ക് പുതിയൊരു 5 കൂടി ഇന്ന് പഠിക്കാം. കേരള കമ്പർ എന്നറിയപ്പെടുന്നത് വയലാർ, കേരള സ്കോട്ട് CV രാമൻപിള്ള, കേരള മൊപ്പസാങ് തകഴി ശിവശങ്കരപിള്ള, കേരള ഹെമിംഗ്വേ MT വാസുദേവൻ നായർ, കേരള ജോൺ ഗന്ധർ SK പൊറ്റക്കാട്. റിപ്പീറ്റ് ചെയ്യാം. കേരള കമ്പർ വയലാർ, കേരള സ്കോട്ട് CV രാമൻപിള്ള, കേരള മൊപ്പസാങ് തകഴി, കേരള ഹെമിംഗ്വേ MT വാസുദേവൻ നായർ, കേരള ജോൺ ഗന്ധർ SK പൊറ്റക്കാട്. റിപ്പീറ്റ് ചെയ്യുന്നു. കേരള കമ്പർ വയലാർ, കേരള സ്കോട്ട് CV രാമൻപിള്ള, കേരള മൊപ്പസാങ് തകഴി ശിവശങ്കരപിള്ള, കേരള ഹെമിംഗ്വേ MT വാസുദേവൻ നായർ, കേരള ജോൺ ഗന്ധർ SK പൊറ്റക്കാട്. റിപ്പീറ്റ് ചെയ്യുന്നു. കൂട്ടത്തിൽ പറയുക. കേരള കമ്പർ വയലാർ, കേരള സ്കോട്ട് CV രാമൻപിള്ള, കേരള മൊപ്പസാങ് തകഴി ശിവശങ്കരപിള്ള, കേരള ഹെമിംഗ്വേ MT വാസുദേവൻ നായർ, കേരള ജോൺ ഗന്ധർ SK പൊറ്റക്കാട്. അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് കാണാതെ നോക്കാം. കേരള കമ്പർ വയലാർ, കേരള സ്കോട്ട് CV രാമൻപിള്ള, കേരള മൊപ്പസാങ് തകഴി, കേരള ഹെമിംഗ്വേ MT വാസുദേവൻ നായർ, കേരള ജോൺ ഗന്ധർ SK പൊറ്റക്കാട്. അടുത്തായി നമ്മൾ പഠിച്ചിരുന്നത് പിതാക്കന്മാരാണ്. അതൊന്ന് നമുക്ക് നോക്കാം. ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസ്, ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ് തൂസിഡിഡസ്, ആധുനിക ചരിത്രം റാങ്കെ, ജനാധിപത്യത്തിൻ്റെ പിതാവ് പെരിക്ലിസ്, രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ, നവോത്ഥാനത്തിൻ്റെ പിതാവ് പെട്രാർക്ക്, മതനവീകരണം മാർട്ടിൻ ലൂഥർ, സോഷ്യോളജിയുടെ പിതാവ് അഗസ്റ്റസ് കോംറ്റെ, തത്വചിന്തകൾ സോക്രട്ടീസ്, മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്, നിയമശാസ്ത്രത്തിൻ്റെ പിതാവ് ജോൺ ലോക്ക്, ഗണിതശാസ്ത്രം പൈതഗോറസ്, ആധുനിക ഗണിതം റെനെ ദെക്കാർത്തെ, ജ്യാമിതിയുടെ പിതാവ് യൂക്ലിഡ്, ലോഗരിതം ജോൺ നേപ്പിയർ, ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് ടോളമി, ഇംഗ്ലീഷ് ഉപന്യാസം ഫ്രാൻസിസ് ബേക്കൺ, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് റോബർട്ട് ഓവൻ, സോഷ്യലിസം റോബർട്ട് ഓവൻ, ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ പിതാവ് കാൾ മാക്സ്, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്ത്, ചിത്രകല ലിയനാർഡോ ഡാവിഞ്ചി, ആധുനിക ചിത്രകല പാബ്ലോ പിക്കാസോ, ആധുനിക കാർട്ടൂൺ വില്യം ഹൊഗാർത്ത്, വൈദ്യശാസ്ത്രം ഹിപ്പോക്രാറ്റസ്, ആയുർവേദം ആത്രയൻ, ഹോമിയോപ്പതി സാമുവൽ ഹാനിമാൻ, സർജറി സുശ്രുതൻ, അനാട്ടമി ഹെറോഫിലസ്, ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ, കോശശാസ്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ഹുക്ക്, വാക്സിനേഷൻ എഡ്വേർഡ് ജെന്നർ, ബാക്ടീരിയോളജി ലൂയി പാസ്റ്റർ, വൈറോളജി മാർട്ടിനസ് ബെയ്മിൻഗ്, ക്ലോണിങ്ങിൻ്റെ പിതാവ് ഇയാൻ വിൽമുട്ട്, ജനിതകശാസ്ത്രം ഗ്രീഗർ മെൻഡൽ, ടെസ്റ്റ് ട്യൂബ് ശിശു റോബർട്ട് G എഡ്വേർഡ്, ന്യൂക്ലിയർ ഫിസിക്സ് ഏണസ്റ്റ് റൂദർഫോർഡ്, ആറ്റം ബോംബ് റോബർട്ട് ഓപ്പൺഹൈമർ, ന്യൂട്രോൺ ബോംബ് സാമുവൽ T കോഹൻ, ഡൈനമിറ്റിൻ്റെ പിതാവ് ആൽഫ്രഡ് നോബൽ, കമ്പ്യൂട്ടർ ചാൾസ് ബബേജ്, പേഴ്സണൽ കമ്പ്യൂട്ടർ എഡ്വേർഡ് റോബർട്ട്സ്, സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് സൈമൂർ ക്രേ, കമ്പ്യൂട്ടർ സയൻസ് അലൻ ടൂറിംഗ്, ഇൻ്റർനെറ്റിൻ്റെ പിതാവ് വിൻഡൻ സർഫ്, ഇമെയിലിൻ്റെ പിതാവ് റേ ടോമിൻസൺ, ഹോട്ട്മെയിലിൻ്റെ പിതാവ് സബീർ ഭാട്ടിയ, വേൾഡ് വൈഡ് വെബ് ടിം ബെർണേഴ്സ്ലി, സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ പിതാവ് റിച്ചാർഡ് സ്റ്റാൾമാൻ, മൊബൈൽ ഫോണിൻ്റെ പിതാവ് മാർട്ടിൻ കൂപ്പർ, അച്ചടി ജോൺ ഗുട്ടൻബർഗ്, ബ്ലാക്ക് ബോക്സിൻ്റെ പിതാവ് ഡേവിഡ് മാറൻ, ATM ജോൺ ബാരൻ, ഓട്ടോമൊബൈലിൻ്റെ പിതാവ് കാൾ ബെൻസ്, മോട്ടോർ കാർ ഹെൻറി ഫോർഡ്, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബെർലോങ്, വിനോദസഞ്ചാരം തോമസ് കുക്ക്, ആധുനിക നാടകത്തിൻ്റെ പിതാവ് ഇബ്സൺ, ഗ്രീക്ക് ദുരന്ത നാടകത്തിൻ്റെ പിതാവ് ആക്കിലസ്, ഗ്രീക്ക് ജനാധിപത്യത്തിൻ്റെ പിതാവ് ക്ലിസ്തനിസ്, ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് ജെഫ്രി ചോസർ, ആധുനിക പത്രപ്രവർത്തനം ജോൺ വാൾട്ടർ, ആധുനിക ഒളിമ്പിക്സ് പിയറി D കുബാർട്ടിൻ, ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് ഗുരുദത്ത് സോധി. ഇനി നമ്മൾ ഇന്ത്യയിലെ പിതാക്കന്മാരെയാണ് പഠിക്കുന്നത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പിതാവ് കൽഹണൻ, നവോത്ഥാനം രാജാറാം മോഹൻ റോയ്, ദേശീയതയുടെ പിതാവ്
സുരേന്ദ്രനാഥ് ബാനർജി. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് HJ ഭാഭ. ആറ്റം ബോംബ് ഡോക്ടർ രാജാരാമണ്ണ. മിസൈൽ ടെക്നോളജിയുടെ പിതാവ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ബഹിരാകാശ ശാസ്ത്രം വിക്രം സാരാഭായ്. ജ്യോതിശാസ്ത്രം വരാഹമിഹിരൻ. ബജറ്റിൻ്റെ പിതാവ് മഹലനോബിസ്. ആസൂത്രണം വിശ്വേശ്വരയ്യ. എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് വിശ്വേശ്വരയ്യ തന്നെ. വ്യവസായത്തിൻ്റെ പിതാവ് ജംഷഡ്ജി ടാറ്റ. വ്യോമയാനം JRD ടാറ്റ. ഓർണിത്തോളജിയുടെ പിതാവ് AO ഹ്യൂം. ഇന്ത്യൻ അച്ചടി ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. പത്രപ്രവർത്തനം ചലപതി റാവു. സിനിമ ദാദാസാഹിബ് ഫാൽക്കെ. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസൺ. ചിത്രകല നന്ദലാൽ ബോസ്. സംസ്കൃത നാടകത്തിൻ്റെ പിതാവ് കാളിദാസൻ. ധവള വിപ്ലവം വർഗീസ് കുര്യൻ. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് റിപ്പൻ പ്രഭു. റെയിൽവേയുടെ പിതാവ് ഡൽഹൌസി പ്രഭു. ആർമി സ്ട്രിങ്ങർ ലോറൻസ്. കപ്പൽ വ്യവസായം VO ചിദംബരം പിള്ള. വനമഹോത്സവം KM മുൻഷി. പുരാവസ്തുശാസ്ത്രം അലക്സാണ്ടർ കണിഹാം. എപ്പിഗ്രാഫി ജെയിംസ് പ്രിൻസപ്പ്. സർക്കസിൻ്റെ പിതാവ് വിഷ്ണു പാന്ത് ഛത്രേ. ഇനി കേരളത്തിലെ പിതാക്കന്മാരെയാണ് പഠിക്കുന്നത്. കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ പിതാവ് രാമപുരത്ത് വാര്യർ. അടുത്ത ഒരു 5 കൂടെ നമുക്ക് പഠിക്കാം. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ. കഥകളിയുടെ പിതാവ് കൊട്ടാരക്കര തമ്പുരാൻ. ആധുനിക ചിത്രകലയുടെ പിതാവ് KCS പണിക്കർ. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ. സർക്കസിൻ്റെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണൻ. റിപ്പീറ്റ് ചെയ്യാം. തുള്ളൽ പ്രസ്ഥാനം കുഞ്ചൻ നമ്പ്യാർ. കഥകളിയുടെ പിതാവ് കൊട്ടാരക്കര തമ്പുരാൻ. ആധുനിക ചിത്രകലയുടെ പിതാവ് KCS പണിക്കർ. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ. സർക്കസിൻ്റെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണൻ. റിപ്പീറ്റ് ചെയ്യാം. തുള്ളൽ പ്രസ്ഥാനം കുഞ്ചൻ നമ്പ്യാർ. കഥകളി കൊട്ടാരക്കര തമ്പുരാൻ. ആധുനിക ചിത്രകല KCS പണിക്കർ. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ. സർക്കസിൻ്റെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണൻ. ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. തുള്ളൽ പ്രസ്ഥാനം കുഞ്ചൻ നമ്പ്യാർ. കഥകളി കൊട്ടാരക്കര തമ്പുരാൻ. ആധുനിക ചിത്രകല KCS പണിക്കർ. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ. സർക്കസ് കീലേരി കുഞ്ഞിക്കണ്ണൻ. അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് കാണാതെ നോക്കാം. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് കുഞ്ചൻ നമ്പ്യാർ. കഥകളിയുടെ പിതാവ് കൊട്ടാരക്കര തമ്പുരാൻ. ആധുനിക ചിത്രകലയുടെ പിതാവ് KCS പണിക്കർ. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ. സർക്കസിൻ്റെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണൻ. അടുത്തായി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിശേഷണങ്ങളാണ് സ്ഥലങ്ങളുടെ. അത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അമ്പരച്ചുംബിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ന്യൂയോർക്ക്. അമേരിക്കയുടെ കളിസ്ഥലം കാലിഫോർണിയ. അനശ്വര നഗരം റോം. അഹല്യ നഗരം ഇൻഡോർ. 1000 ആനകളുടെ നാട് ലാവോസ്. ആധുനിക ബാബിലോൺ. ലണ്ടൻ ആഫ്രിക്കയുടെ ഹൃദയം. ബുറുണ്ടി ആഫ്രിക്കയുടെ നിലച്ച ഹൃദയം. ചാഡ് ആഫ്രിക്കയുടെ വിജാഗിരി. കാമറൂൺ ആഫ്രിക്കയുടെ കൊമ്പ് എന്നറിയപ്പെടുന്നത് സൊമാലിയ. 1000 തടാകങ്ങളുടെ നാട് ഫിൻലാൻഡ്. 1000 ദ്വീപുകളുടെ നാട് ഇന്തോനേഷ്യ. ആൽപ്സിലെ സുന്ദരി. ഓസ്ട്രിയ ആഡ്രിയാറ്റിക്കിൻ്റെ രാജ്ഞി. വെനീസ് 1000 മലകളുടെ നാട്. റുവാണ്ട ആൻഡിലസിൻ്റെ മുത്ത്. ക്യൂബ ഇന്ത്യയുടെ സിലിക്കൺ വാലി. ബാംഗ്ലൂർ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മുത്ത്. ശ്രീലങ്ക ഇന്ത്യയുടെ കണ്ണുനീർത്തുള്ളി. ശ്രീലങ്ക ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ താക്കോൽ. മൗറീഷ്യസ് ഇടിമിന്നലിൻ്റെ നാട്. ഭൂട്ടാൻ ഇംഗ്ലണ്ടിൻ്റെ പൂന്തോട്ടം. കെൻറ്റ് ഇരുണ്ട ഭൂഖണ്ഡം. ആഫ്രിക്ക ഉദയസൂര്യൻ്റെ നാട്. ജപ്പാൻ ചതുർമുഖ നഗരം. പോംചെങ് ചെറിയ റഷ്യ. ഉക്രൈൻ ചോക്ലേറ്റിൻ്റെയും വാച്ചുകളുടെയും നഗരം. സ്വിറ്റ്സർലൻഡ് ജൂനിയർ അമേരിക്ക. കാനഡ ജലഗതാഗത നഗരം. വെനീസ് കിങ്ഡം ഇൻ ദ സ്കൈ. ലെസോത്തോ സ്വിറ്റ്സർലൻഡ് ഓഫ് മിഡിൽ ഈസ്റ്റ്. ലെബനൻ ഗെയ്സറുകളുടെ നാട്. ഐസ്ലാൻഡ് ഗ്ലേസിയറുകളുടെ നാട്. കാനഡ ലാൻഡ് ഓഫ് ബ്ലൂ സ്കൈ. മംഗോളിയ തീയുടെ നാട്. ഐസ്ലാൻഡ് കേക്കുകളുടെ നാട്. സ്കോട്ട്ലാൻഡ് ക്ലോക്കുകളുടെ നാട്. സ്കോട്ട്ലാൻഡ് തന്നെ ലില്ലിപ്പൂക്കളുടെ നാട്. കാനഡ ഗോതമ്പിൻ്റെയും കന്നുകാലികളുടെയും നാട്. അർജൻറ്റീന മദേഴ്സ് ലാൻഡ്. എത്യോപ്യ ലോകത്തിൻ്റെ ശ്വാസകോശം. ഇന്തോനേഷ്യ ഓറിയൻസിലെ മുത്ത്. ഫിലിപ്പൈൻസ് ഗ്രാവിയേഴ്സ് ഓഫ് എംപയേഴ്സ്. അഫ്ഗാനിസ്ഥാൻ തടാകങ്ങളുടെയും വനങ്ങളുടെയും നഗരം. ഫിൻലാൻഡ് ഗ്രാമ്പുവിൻ്റെ ദ്വീപ്. മഡഗാസ്കർ തടാകങ്ങളുടെയും പർവ്വതങ്ങളുടെയും നഗരം. മാസിഡോണിയ തെക്കൻ ബ്രിട്ടൻ. ന്യൂസിലാൻഡ് തുലിപ്പുഷ്പങ്ങളുടെ നാട്. നെതർലാൻഡ് നിത്യനഗരം. റോം നാവികരുടെ ദ്വീപ്. സമോവ നദികളുടെയും കൈവഴികളുടെയും നാട്. ബംഗ്ലാദേശ് നാളെയുടെ നാട്. ബ്രസീൽ നാഗരികതയുടെ പിള്ളത്തൊട്ടിൽ. ഈജിപ്ത് നീണ്ട വെളുത്ത മേഘങ്ങളുടെ നാട്. ന്യൂസിലാൻഡ് നീലനാട് അല്ലെങ്കിൽ ദൈവം മറന്ന നാട്. ഐസ്ലാൻഡ് നൈലിൻ്റെ ദാനം. ഈജിപ്ത് ധവള നഗരം. ബെൽഗ്രേഡ് പൂന്തോട്ട നഗരം. ചിക്കാഗോ പറക്കുന്ന മത്സ്യങ്ങളുടെ നാട്. ബാർബഡോസ് പാലങ്ങളുടെ നഗരം. വെനീസ് പാപികളുടെ നഗരം. ബാങ്കോക്ക് പാതിരാസൂര്യൻ്റെ നാട്. നോർവേ പാലിൻ്റെയും പണത്തിൻ്റെയും നാട്. സ്വിറ്റ്സർലൻഡ് പസഫിക്കിൻ്റെ കവാടം. പനാമ കനാൽ പവിഴദ്വീപ്.
ബഹ്റിൻ പോപ്പിൻ്റെ നഗരം, റോം പുഞ്ചിരിയുടെ നാട്, തായ്ലൻഡ് പിരമിഡുകളുടെ നാട്, ഈജിപ്ത് പ്രഭാത ശാന്തതയുടെ നാട്, കൊറിയ പ്രകാശത്തിൻ്റെ നഗരം, പാരീസ് പ്രചോദനത്തിൻ്റെ നാട്, ടാസ്മാനിയ മഞ്ഞിൻ്റെ നാട്, കാനഡ മുന്തിരി നഗരം, നാസിക് മേപ്പിളിൻ്റെ നാട്, കാനഡ മരതക ദ്വീപ്, അയർലൻഡ് മാരുത നഗരം, ചിക്കാഗോ മഴവിൽ ദേശം, ദക്ഷിണാഫ്രിക്ക മഴവില്ലുകളുടെ നാട്, ഹവായ് ദ്വീപുകൾ മാർബിളിൻ്റെ നാട്, ഇറ്റലി മെഡിറ്ററേനിയൻ്റെ താക്കോൽ, ജിബ്രാൾട്ടർ മെഡിറ്ററേനിയൻ്റെ മുത്ത്, ലെബനോൺ മോസ്കുകളുടെ നഗരം, ധാക്ക യൂറോപ്പിൻ്റെ തലസ്ഥാനം, ബ്രസൽസ് യൂറോപ്പിൻ്റെ കാശ്മീർ, സ്വിറ്റ്സർലൻഡ് യൂറോപ്പിൻ്റെ പടക്കളം, ബെൽജിയം യൂറോപ്പിൻ്റെ പണിപ്പുര, ബെൽജിയം തന്നെ യൂറോപ്പിൻ്റെ ശക്തി കേന്ദ്രം, ബാൽക്കൻ യൂറോപ്പിൻ്റെ അറക്കമിൽ, സ്വീഡൻ യൂറോപ്പിലെ രോഗി, തുർക്കി യൂറോപ്പിൻ്റെ കവാടം, റോട്ടർഡാം യൂറോപ്പിൻ്റെ കളിസ്ഥലം, സ്വിറ്റ്സർലൻഡ് യൂറോപ്പിൻ്റെ സാമ്പത്തിക തലസ്ഥാനം, സൂറിച്ച് യൂറോപ്പിൻ്റെ അമ്മായിയമ്മ, ഡെൻമാർക്ക് യൂറോപ്പിൻ്റെ ഹരിതഖണ്ഡം, സ്ലൊവേനിയ യൂറോപ്പിൻ്റെ അപ്പത്തൊട്ടി, ഉക്രൈൻ. അപ്പോൾ നമുക്ക് പുതിയൊരു അഞ്ചെണ്ണം കൂടി പഠിക്കാം. എംപയർ നഗരം എന്നറിയപ്പെടുന്നത് ന്യൂയോർക്ക്, ഏഷ്യയിലെ രോഗി മ്യാൻമാർ, ഏഷ്യയുടെ കവാടം ഫിലിപ്പൈൻസ്, ഏഷ്യയുടെ മുത്ത് പോംചെങ്, 7 മലകളുടെ നഗരം റോം. റിപ്പീറ്റ് ചെയ്യുന്നു, എംപയർ നഗരം ന്യൂയോർക്ക്, ഏഷ്യയിലെ രോഗി മ്യാൻമാർ, ഏഷ്യയുടെ കവാടം ഫിലിപ്പൈൻസ്, ഏഷ്യയുടെ മുത്ത് പോംചെങ്, 7 മലകളുടെ നഗരം എന്നറിയപ്പെടുന്നത് റോം. റിപ്പീറ്റ് ചെയ്യുന്നു, കൂടുതൽ പറയുക. എംപയർ നഗരം ന്യൂയോർക്ക്, ഏഷ്യയിലെ രോഗി മ്യാൻമാർ, ഏഷ്യയുടെ കവാടം ഫിലിപ്പൈൻസ്, ഏഷ്യയുടെ മുത്ത് എന്നറിയപ്പെടുന്നത് പോംചെങ്, 7 മലകളുടെ നഗരം റോം. ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. എംപയർ നഗരം ന്യൂയോർക്ക്, ഏഷ്യയിലെ രോഗി മ്യാൻമാർ, ഏഷ്യയുടെ കവാടം ഫിലിപ്പൈൻസ്, ഏഷ്യയുടെ മുത്ത് എന്നറിയപ്പെടുന്നത് പോംചെങ്, 7 മലകളുടെ നഗരം റോം. അപ്പം നമുക്ക് ഇത്രയൊന്ന് കാണാതെ നോക്കാം. എംപയർ നഗരം എന്നറിയപ്പെടുന്നത് ന്യൂയോർക്ക്, ഏഷ്യയിലെ രോഗി മ്യാൻമാർ, ഏഷ്യയുടെ കവാടം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ്, ഏഷ്യയുടെ മുത്ത് പോംചെങ്, 7 മലകളുടെ നഗരം റോം. അടുത്തായി നമ്മൾ പഠിച്ചിരുന്നത് വ്യക്തികളും അവരുടെ വിശേഷണങ്ങളുമാണ്. അത് നമുക്ക് നോക്കാം. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെട്ടിരുന്നത് ഷിബുധൻ, ലോകത്തിൻ്റെ പ്രകാശം യേശുക്രിസ്തു, നല്ല ആട്ടിടയൻ യേശുക്രിസ്തു തന്നെ, ഫ്യൂറർ ഹിറ്റ്ലർ, ദേശബന്ധു എന്നറിയപ്പെട്ടിരുന്നത് CR ദാസ്. അപ്പോൾ നമുക്ക് പുതിയൊരു അഞ്ചെണ്ണം കൂടി പഠിക്കാം. സെക്കൻഡ് ഡ്യൂക്ക് എന്നറിയപ്പെട്ടിരുന്നത് മുസോളിനി, ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെട്ടിരുന്നത് യൂറി ഗഗാറിൻ, അയൺ ഡ്യൂക്ക് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ, കവികളിലെ കവി എന്നറിയപ്പെട്ടിരുന്നത് എഡ്മണ്ട് സ്പെൻസർ, ഡെസേർട്ട് ഫോക്സ് എന്നറിയപ്പെട്ടിരുന്നത് ഇർവിൻ റോമർ, അതായത് മരുഭൂമിയിലെ കുറുക്കൻ. റിപ്പീറ്റ് ചെയ്യുന്നു, സെക്കൻഡ് ഡ്യൂക്ക് മുസോളിനി, ബഹിരാകാശത്തിലെ കൊളംബസ് യൂറി ഗഗാറിൻ, അയൺ ഡ്യൂക്ക് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ, കവികളിലെ കവി എഡ്മണ്ട് സ്പെൻസർ, ഡെസേർട്ട് ഫോക്സ് ഇർവിൻ റോമൻ. റിപ്പീറ്റ് ചെയ്യുന്നു, സെക്കൻഡ് ഡ്യൂക്ക് മുസോളിനി, ബഹിരാകാശത്തിലെ കൊളംബസ് യൂറി ഗഗാറിൻ, അയൺ ഡ്യൂക്ക് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ, കവികളിലെ കവി എഡ്മണ്ട് സ്പെൻസർ, ഡെസേർട്ട് ഫോക്സ് എന്നറിയപ്പെടുന്നത് ഇർവിൻ റോമർ. റിപ്പീറ്റ് ചെയ്യാം, കൂടുതൽ പറയുക. സെക്കൻഡ് ഡ്യൂക്ക് മുസോളിനി, ബഹിരാകാശത്തിലെ കൊളംബസ് യൂറി ഗഗാറിൻ, അയൺ ഡ്യൂക്ക് എന്നറിയപ്പെട്ടിരുന്നത് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ, കവികളിലെ കവി എഡ്മണ്ട് സ്പെൻസർ, ഡെസേർട്ട് ഫോക്സ് എന്നറിയപ്പെട്ടിരുന്നത് ഇർവിൻ റോമർ. റിപ്പീറ്റ് ചെയ്യുന്നു, സെക്കൻഡ് ഡ്യൂക്ക് മുസോളിനി, ബഹിരാകാശത്തിലെ കൊളംബസ് യൂറി ഗഗാറിൻ, അയൺ ഡ്യൂക്ക് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ, കവികളിലെ കവി എന്നറിയപ്പെടുന്നത് എഡ്മണ്ട് സ്പെൻസർ, ഡെസേർട്ട് ഫോക്സ് എന്നറിയപ്പെടുന്നത് ഇർവിൻ റോമൻ. അടുത്തതായി നമുക്കൊന്ന് കാണാൻ നോക്കാം. സെക്കൻഡ് ഡ്യൂക്ക് എന്നറിയപ്പെട്ടിരുന്നത് മുസോളിനി, ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെട്ടിരുന്നത് യൂറി ഗഗാറിൻ, അയൺ ഡ്യൂക്ക് എന്നറിയപ്പെട്ടിരുന്നത് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ, കവികളിലെ കവി എഡ്മണ്ട് സ്പെൻസർ, ഡെസേർട്ട് ഫോക്സ് എന്നറിയപ്പെട്ടിരുന്നത് ഇർവിൻ റോമർ. അടുത്തതായി നമ്മൾ പഠിച്ചിരുന്നത് രാസനാമങ്ങളാണ്. അത് നമുക്ക് പെട്ടെന്ന് നോക്കാം. കറിയുപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്, ചിലി വെടിയുപ്പ് സോഡിയം നൈട്രേറ്റ്, അലക്കുകാരം സോഡിയം കാർബണേറ്റ്, അപ്പക്കാരം അഥവാ ബേക്കിംഗ് പൗഡർ സോഡിയം ബൈകാർബണേറ്റ്, കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡ ആഷ് സോഡിയം കാർബണേറ്റ്, വാട്ടർ ഗ്ലാസ് സോഡിയം സിലിക്കേറ്റ്, ഹൈപ്പോ എന്നറിയപ്പെടുന്നത് സോഡിയം തയോസൾഫേറ്റ്, ബൊറാക്സ് എന്നറിയപ്പെടുന്നത് സോഡിയം പൈറോബോറേറ്റ്, ബ്രൈൻ സോഡിയം ക്ലോറൈഡ് ലായനി, നൈറ്റർ എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ്, ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡ്, കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, പൊട്ടാഷ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം കാർബണേറ്റ്, ലൂണാർ കാസ്റ്റിക്, സിൽവർ നൈട്രേറ്റ്, കക്ക അല്ലെങ്കിൽ ചിപ്പി അതുമല്ലെങ്കിൽ മാർബിളിൻ്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്, നീറ്റ് കക്ക, കാൽസ്യം ഓക്സൈഡ്,
കുമ്മായം അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ്, തുരിശ്, കോപ്പർ സൾഫേറ്റ്, സോഡാജലം, കാർബോണിക് ആസിഡ്, പാറ്റ ഗുളിക, നാഫ്തലിൻ, ആസ്പിരിൻ, അസറ്റൈൽ സാലിസിലിക് ആസിഡ്, ബ്ലീച്ചിങ് പൗഡർ, കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ്, പുഷ്യരാഗം, അലുമിനിയം ഓക്സൈഡ്, നവസാരം, അമോണിയം ക്ലോറൈഡ്. അപ്പോൾ നമുക്ക് പുതിയൊരു 5 കൂടി ഇന്ന് പഠിക്കാം. ആലത്തിൻ്റെ രാസനാമം അലുമിനിയം സൾഫേറ്റ്, എലിവിഷം, സിങ്ക് ഫോസ്ഫൈഡ്. ക്ലോറോഫോമിൻ്റെ ശാസ്ത്രീയ നാമം ട്രൈക്ലോറോ മീഥെയിൻ, ക്ലാവ്, ബേസിക് കോപ്പർ കാർബണേറ്റ്. ഗലീനയുടെ രാസനാമം ലെഡ് സൾഫൈഡ്. റിപ്പീറ്റ് ചെയ്യാം. ആലം, അലുമിനിയം സൾഫേറ്റ്, എലിവിഷം, സിങ്ക് ഫോസ്ഫൈഡ്, ക്ലോറോഫോം, ട്രൈക്ലോറോ മീഥെയിൻ, ക്ലാവ്, ബേസിക് കോപ്പർ കാർബണേറ്റ്, ഗലീന, ലെഡ് സൾഫൈഡ്. റിപ്പീറ്റ് ചെയ്യുന്നു, കൂട്ടത്തിൽ പറയുക. ആലം, അലുമിനിയം സൾഫേറ്റ്, എലിവിഷം, സിങ്ക് ഫോസ്ഫൈഡ്, ക്ലോറോഫോം, ട്രൈക്ലോറോ മീഥെയിൻ, ക്ലാവ്, ബേസിക് കോപ്പർ കാർബണേറ്റ്, ഗലീന, ലെഡ് സൾഫൈഡ്. റിപ്പീറ്റ് ചെയ്യാം. ആലം, അലുമിനിയം സൾഫേറ്റ്, എലിവിഷം, സിങ്ക് ഫോസ്ഫൈഡ്, ക്ലോറോഫോം, ട്രൈക്ലോറോ മീഥെയിൻ, ക്ലാവ്, ബേസിക് കോപ്പർ കാർബണേറ്റ്, ഗലീന, ലെഡ് സൾഫൈഡ്. ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. ആലം, അലുമിനിയം സൾഫേറ്റ്, എലിവിഷം, സിങ്ക് ഫോസ്ഫൈഡ്, ക്ലോറോഫോം, ട്രൈക്ലോറോ മീഥെയിൻ, ക്ലാവ്, ബേസിക് കോപ്പർ കാർബണേറ്റ്, ഗലീന, ലെഡ് സൾഫൈഡ്. അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് കാണാതെ നോക്കാം. ആലത്തിൻ്റെ രാസനാമം അലുമിനിയം സൾഫേറ്റ്, എലിവിഷം, സിങ്ക് ഫോസ്ഫൈഡ്. ക്ലോറോഫോമിൻ്റെ രാസനാമം ട്രൈക്ലോറോ മീഥെയിൻ, ക്ലാവ്, ബേസിക് കോപ്പർ കാർബണേറ്റ്, ഗലീന, ലെഡ് സൾഫൈഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും നന്ദി.